രഞ്ജിത്ത് പടത്തിൽ വീണ്ടും മമ്മൂട്ടി. നമുക്കറിയാം രഞ്ജിത്ത് മമ്മൂട്ടി ഒന്നിക്കുമ്പോഴൊക്കെ ഒരു 90% വിജയചിത്രങ്ങളാണ്. നമുക്ക് പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട്. കയ്യൊപ്പം എന്ന് പറഞ്ഞൊരു ചെറിയ ചിത്രം പോലും ഗംഭീര ചിത്രമായിരുന്നു. മമ്മൂട്ടി രഞ്ജിത്ത് കൂടെ നിർമ്മിച്ചത്. അങ്ങനെ ധാരാളം മുൻ ചിത്രങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പ്രാഞ്ചിയേട്ടനായാലും പാലേരി മാണിക്യമാണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് ഓർമ്മിക്കാൻ ഇഷ്ടം പോലെ ചിത്രങ്ങൾ നൽകിയ ഒരു ഗംഭീര കോംബോയാണ് മമ്മൂട്ടി രഞ്ജിത്ത്. ഇവർ ഒന്നിക്കുന്ന അടുത്ത ചിത്രം മമ്മൂട്ടി ഗസ്റ്റ് റോളാണ്. കാരക്കാമുറി ഷൺമുഖൻ എന്ന് പറയുന്ന ബ്ലാക്കിലെ കഥാപാത്രമാണ് എന്നാണ് 99% റൂമേഴ്സ് ശരിയാണെങ്കിൽ കിട്ടുന്നത്. രഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന പുത്തൻ ചിത്രത്തിൽ പുതുമുഖങ്ങളാണ് എല്ലാവരും. അതിനകത്ത് പ്രധാനപ്പെട്ട റോള് ചെയ്യാൻ, അതായത് ഒരു എക്സ്റ്റൻഡഡ് ക്യാമിയോ റോളിൽ മമ്മൂട്ടിയും അതോടൊപ്പം നമ്മുടെ ജോർജ് സാർ, പ്രകാശ് വർമ്മയും എത്തുന്നു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് എഴുതി തള്ളാൻ ഒരിക്കലും പറ്റാത്ത ഒരാളാണ്. കാരണം മലയാള സിനിമ ഒരു സമയത്ത് വളരെ പ്രതിസന്ധിയിലിരുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയും തിരക്കഥയൊക്കെ വന്ന് മലയാള സിനിമയെ തകർത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് രഞ്ജിത്തിനെ പോലുള്ള നമുക്ക് എഴുതി തള്ളാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടി രഞ്ജിത്തൊക്കെ ഒന്നിക്കുമ്പോൾ ഉറപ്പായിട്ടും നല്ല ഗംഭീര, അത് ഗസ്റ്റ് റോളാണെങ്കിൽ നല്ല റോളായിരിക്കും. പിന്നെ മമ്മൂട്ടി രഞ്ജിത്ത് അല്ലാതൊരു ചിത്രം ഉണ്ടെന്ന് പറയുന്നു. ഇതിൽ അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിട്ടില്ല. ഇതെന്തായാലും കൺഫേംഡ് ആണ്. മമ്മൂട്ടി ചിത്രത്തിൽ കാരക്കാമുറി ഷൺമുഖനായിട്ടാണോ അല്ലയോ എന്നുള്ളത് മാത്രം നമ്മൾ ഇങ്ങനെ അറിഞ്ഞാൽ മതി. കാരക്കാമുറി ഷൺമുഖനായിട്ടാണെങ്കിൽ കുറച്ചുകൂടെ പൊളിക്കും.